വെൽക്കം ടു ജസ്റ്റ് ഫുഡ് ബുക്ക്. നമുക്ക് ഈസി ആയിട്ട് സാമ്പാർ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ചെറിയൊരു കഷ്ണം മത്തങ്ങ, ഒരു വഴുതനങ്ങ, പിന്നൊരു ചെറിയൊരു കഷ്ണം കായ, ചെറിയ കഷ്ണം ചേന, അതേപോലെ തന്നെ ഒരു പകുതി ക്യാരറ്റ്, 2 വെണ്ടക്ക, 2 അച്ചിങ്ങ, 2 കൊത്തമര, ഒരു 3 ബീൻസ്. ഇതൊക്കെയാണ് ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം മുരിങ്ങാക്കോൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇതൊക്കെ അരിഞ്ഞെടുത്ത് വെക്കാം. നമുക്ക് പച്ചക്കറികളൊക്കെ എടുത്തത് അരിഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. സാമ്പാർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 15 ചെറിയുള്ളി ഇതേപോലെ ഒന്ന് നടുവെ കീറിയത് ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ നിറം മാറി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പൊടികൾ ചേർത്ത് കൊടുക്കുമ്പോൾ തീ നന്നായിട്ട് കുറച്ചിടണം കേട്ടോ. പിന്നെ അതിൽ സാമ്പാർ പൊടി ചേർക്കണില്ല, സാമ്പാർ പൊടി ചേർക്കാനുണ്ടാക്കുന്നതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് സാമ്പാർ പൊടി വേണമെന്നുണ്ടെങ്കിൽ സാമ്പാർ പൊടി ചേർക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പച്ചക്കറി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് പരിപ്പ് പൊടിയാണ്. ഞാൻ എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ പരിപ്പ് കഴുകി വറുത്ത് പൊടിച്ച് വെക്കലുണ്ട്. അപ്പോൾ പിന്നെ പെട്ടെന്ന് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പരിപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വലിയ ടേബിൾ സ്പൂൺ എടുത്തേക്കുന്ന. പിന്നെ ഈ പരിപ്പ് പൊടി ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെള്ളത്തിൻ്റെ അളവ് കറക്റ്റായിട്ടിരിക്കണം കേട്ടോ. ഈ ഒരു 1.5 ടേബിൾ സ്പൂൺ പരിപ്പ് പൊടി ചേർക്കുമ്പോൾ ഒരു 2.5 കപ്പ് വെള്ളമെങ്കിലും ഒഴിക്കണം കേട്ടോ. എങ്കിലേ കറക്റ്റ് ഭാഗമായി കിട്ടുള്ളൂ. അല്ലെങ്കിൽ പരിപ്പ് കൂടുതലും വെള്ളം കുറവാകും, ഭയങ്കര കട്ടിയാവും. അല്ലെങ്കിൽ പിന്നെ മൊത്തത്തിൽ വെള്ളമായിട്ടിരിക്കും. അങ്ങനത്തെ ഒരു സംഭവം ശ്രദ്ധിക്കേണ്ടതുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് പുളിവെള്ളം വേണം. ഞാനിപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് ഇതേപോലെ പുളിവെള്ളം ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എളുപ്പമായിരിക്കുള്ളൂ. ഇതേപോലെ പുളിവെള്ളം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കില്ല, കുറച്ചുണ്ടാക്കി വെക്കുള്ളൂ. പിന്നെ ഒരാഴ്ച കൂടുതൽ ഉപയോഗിക്കുകയില്ല. ഒരാഴ്ച വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പുളിവെള്ളം ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് കറക്റ്റ് 1/2 കപ്പ് പുളിവെള്ളം എടുക്കുന്നുണ്ട്. 1/2 കപ്പ് പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം മൊത്തത്തിൽ 2.5 കപ്പ് വെള്ളമാണ്, പുളിവെള്ളം അടക്കം 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 3 ലിറ്ററിൻ്റെ കുക്കറാണ്. അപ്പോൾ 3 ലിറ്ററിൻ്റെ കുക്കറിൽ ഏകദേശം ഒരു 3 കപ്പ് വെള്ളം വരെ ഒഴിക്കാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിതിൽ പറഞ്ഞിരിക്കുന്ന അളവൊക്കെ കറക്റ്റാണ്. ഇതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ഉലുവയുടെ പൊടി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളി അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഒരു 2 പച്ചമുളക്, പിന്നെ ഒരു തക്കാളി ഒന്ന് നീളത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്കൊരു ചെറിയൊരു കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഉപ്പും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഏറ്റവും അവസാനം ഒരു തണ്ട് വേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു തണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുക. ഈ സമയത്തൊന്ന് ഉപ്പ് നോക്കണം കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരായ്ക ഉണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതേപോലെ തന്നെ പുളി നോക്കണം കേട്ടോ. പുളി പോരായ്ക ഉണ്ടെങ്കിൽ കുറച്ചും കൂടി പുളി വെള്ളം ഒഴിച്ച് കൊടുക്കുക. പുളി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് മുന്തി നിൽക്കണം പുളി, എന്നാലേ ഈ കഷ്ണങ്ങളൊക്കെ വെന്ത് കഴിയുമ്പോൾ കറക്റ്റ് പുളിയാവുള്ളൂ. ഇനി കുക്കറിൻ്റെ മൂടി വെച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു വിസിൽ വരുത്താം.
അപ്പോൾ സാമ്പാർ ഒരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കറക്റ്റ് പാകമായിട്ടുണ്ട് കേട്ടോ. ഇതിൽ ചേർത്തിരിക്കുന്ന പരിപ്പ് പൊടി കൂടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കട്ടിയാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ എല്ലാം വെന്തതിന് ശേഷം ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കി കൊടുത്താൽ മതി. ഇതിൽ കറക്റ്റാണ് കേട്ടോ, എല്ലാം കറക്റ്റ് പാകമാണ്. ഞാനിപ്പോൾ ഇതിൽ 1.5 ടേബിൾ സ്പൂൺ പരിപ്പ് പൊടിക്ക് കറക്റ്റ് 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചേക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ 2.5 കപ്പ് എന്നുള്ളത് ഒരു 1/2 കപ്പും കൂടി വെച്ചിട്ട് 3 കപ്പ് വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോൾ അതെ, ഇത്രയും അത്യാവശ്യം ഇത്തിരി കട്ടിയുള്ള സാമ്പാറാണ് കേട്ടത്. ഇത്രയും കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഈ സമയത്ത്. ഇതിലേക്ക് ഇതിൽ ഉപ്പ് ഓരായിക്കുണ്ട്, കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബാക്കിയൊക്കെ കറക്റ്റാണ് കേട്ടോ. നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. താളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഇതിലേക്ക് ഒരു 6 ഉണക്കമുളക് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ഉണ്ടമുളകാണ് എടുത്തേക്കുന്നത്. ഇതിട്ട് കൊടുക്കാം. ഇത് 2 കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഗ്യാസ് ഓഫ് ചെയ്യുക. അതിന് ശേഷം ഒരു 2 നുള്ള് കായപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. 2 നുള്ള് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇത് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ എല്ലാവരും സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. ഈസി അല്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പരിപ്പ് പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് നല്ല രുചികരമായ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, പുളി പിഴിഞ്ഞ് വെക്കൽ. അപ്പോൾ ഈ ജോലിക്കാർക്കും ബാച്ചിലേഴ്സിനൊക്കെ അങ്ങനെ അതേപോലെ ചെയ്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സാമ്പാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ സാമ്പാറിൻ്റെ കൂടെ നമുക്ക് സോസേജ് ഫ്രൈ ആണ്. സാമ്പാർ ഉണ്ടാക്കുമ്പോൾ എന്തായാലും അതിൻ്റെ കൂടെ എന്തെങ്കിലും പൊരിച്ചത് ഇവിടെ വേണം കേട്ടോ. അതുപോലെ മുട്ട പൊരിച്ചതാ, മീൻ പൊരിച്ചതാ, അതേപോലെ സോസേജ് പൊരിച്ചത് ഉണ്ടാക്കലുണ്ട്. സോസേജ് പൊരിച്ചത് സാമ്പാറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉണ്ടാക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സാമ്പാർ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ട് വരുന്നവരെ ഓക്കെ, ബൈ, സി യു. ഇനി പരിപ്പ് പൊടിച്ച് വെക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാനിപ്പോൾ അതേ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപ്പ് എടുക്കാം കേട്ടോ. കടലപ്പരിപ്പോ സാമ്പാർ പരിപ്പോ ഏത് പരിപ്പാണെന്ന് നിങ്ങൾ എടുക്കാം. കുറച്ചും കൂടി ടേസ്റ്റ് പരിപ്പ് സാമ്പാറിന് കുറച്ചും കൂടി ടേസ്റ്റ് കടലപ്പരിപ്പിൽ വെക്കുമ്പോൾ കേട്ടോ. അത് നിങ്ങളിഷ്ടമുള്ള പരിപ്പ് എടുക്കുക. അപ്പോൾ 1 കപ്പാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പൊടിച്ച് വെക്കട്ടെ. ഞാൻ 1 കപ്പാ പൊടിച്ച് വെക്കലുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. കഴുകിയതിന് ശേഷം ഇതേപോലെ ഒരു ചട്ടി വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിന് ശേഷം പരിപ്പ് വറുത്തെടുക്കാം. പരിപ്പ് വറുത്തെടുത്തിട്ടുണ്ട്. പരിപ്പിൻ്റെ നിറമൊന്ന് മാറി തുടങ്ങുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു ഗ്രൈൻഡറിലിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഈ പരിപ്പ് ഗ്രൈൻഡറിലിട്ടിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുക. ഇതുപോലെ പരിപ്പ് പൊടിച്ചിട്ട് ഇതുപോലെ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിന് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. സാമ്പാറും രസമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുക.